1700 വർഷങ്ങൾക്ക് മുമ്പ് ക്രിസ്ത്യാനിറ്റി ഒഫീഷ്യലി അഡോപ്റ്റ് ചെയ്ത കൺട്രിയാണ് അർമേനിയ. That means churches and the history behind here are older than most other countries. Also, Armenia is home to one of the world's oldest wineries. 2011-ൽ ആർക്കിയോളജിസ്റ്റ് 6100 years old ആയിട്ടുള്ള വൈൻ സദേൺ അർമേനിയയിൽ നിന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്. അർമേനിയൻ്റെ വേറൊരു പ്രത്യേകത is its own unique alphabets which was created in 405 AD and remains unchanged for over 1600 years. വേറൊരു ഫൺ ഫാക്ട് പറയട്ടെ, ഇന്നലെ ഞാൻ അത്രയും പൊന്തിച്ചു പറഞ്ഞ മൗണ്ട് അരറാത്ത് is a national symbol of Armenia but is originally located in Turkey. ഇന്ന് ഞാനൊരു വാക്കിങ്ങിന് ഇറങ്ങാമെന്ന് വിചാരിച്ചു. As I already mentioned, my hotel is just 10 minutes to Republic Square, one of the major tourist attraction, and this place is so alive. ഒരു സോവിയറ്റ് എറ ആർക്കിടെക്ചർ, modern cafes, jazz music, and people just vibing. യെരവാൻ്റെ ഫുൾ എനർജി നമുക്കിവിടുന്ന് ഫീൽ ചെയ്യാൻ പറ്റും. ഡാൻസിങ് ഫൗണ്ടെയിൻസ് ഉണ്ട്, കുറേ ടൂറിസ്റ്റ് ഫോട്ടോസ് എടുക്കുന്നുണ്ട്, കുറേ ആൾക്കാർ സീരിയസ് ആയിട്ട് എന്തൊക്കെയോ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. നമ്മളെ നാട്ടിൽ ചായ കുടിക്കാനൊക്കെ നമ്മൾ കൂടുന്ന സ്ഥിരം പ്ലേസ് ഉണ്ടാവുമല്ലോ, അങ്ങനത്തെ ഇവിടുത്തെ ലോക്കൽസിന് കൂടാൻ പറ്റുന്ന ഒരു പ്ലേസ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. ഇതൊരു പബ്ലിക് വാട്ടർ ഫൗണ്ടെയിൻ ആണ്. നമുക്ക് നല്ല പ്യുവർ ആൻഡ് റിഫ്രഷിങ് ആൻഡ് കോൾഡ് ആയിട്ടുള്ള വെള്ളം കിട്ടും. ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ആസ് യോത്ത് അഹ്പ്യൂർ ഓർ 7 springs. അതായത് ഏൻഷ്യൻ കാലത്ത് 7 ഹീറോസ് മൗണ്ട് അരാഗാത്ത് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മൗണ്ടെയിനിൽ പോയിട്ട് വെള്ളം കുടിച്ചു. ദാറ്റ്സ് ടു ഗെയിൻ സ്ട്രെങ്ത് ആൻഡ് കറേജ്. അപ്പം അതിന് സൂചകമായിട്ടുണ്ടാക്കിയ ഒരു 7 springs എന്ന് പറയുന്ന ഒരു പബ്ലിക് വാട്ടർ ഫൗണ്ടെയിൻ ആണത്. ദിസ് ഷോസ് എ കണക്ഷൻ ബിറ്റ്വീൻ ദ പീപ്പിൾ ആൻഡ് അർമേനിയാസ് നാച്ചുറൽ ഹെറിറ്റേജ്. Actually, Republic Square is an open space filled with many important buildings like Government House, History Museum of Armenia, National Gallery of Armenia, മാരിയറ്റ് ഹോട്ടൽ, മിനിസ്ട്രി ഓഫ് ഫോറിൻ അഫയേഴ്സ്, അങ്ങനെയൊക്കെ. ഇതിൻ്റെ രാത്രിയാണ് ഇതിൻ്റെ ശരിക്കും ബ്യൂട്ടി ഉള്ളത്, വിത്ത് ഓൾ ദ ലൈറ്റ്സ് ആൻഡ് ഡാൻസിങ് ഫൗണ്ടെയിൻസ്. ഒരു പ്രത്യേക ടൈമുണ്ട് ഡാൻസിങ് ഫൗണ്ടെയിൻസിന്. സോ രാത്രി വേറെ തന്നെ വൈബാണ്, മോർണിംഗ് വേറെ തന്നെ വൈബാണ്. ആൻഡ് ദിസ് പ്ലേസ് വാസ് ഇനീഷ്യലി കോൾഡ് ആസ് ലെനിൻ സ്ക്വയർ, ബട്ട് ആഫ്റ്റർ ഇൻഡിപെൻഡൻസ് ഓഫ് അർമേനിയ റിപ്പബ്ലിക് സ്ക്വയർ എന്ന് ഇതിന് പേര് വന്നു. സോ ആഫ്റ്റർ എ ബ്യൂട്ടിഫുൾ ഈവനിങ് വാക്ക് ഞാൻ തിരിച്ച് ഹോട്ടലിലേക്ക് പോവാണ്. ഹോട്ടലിൽ നിന്നുള്ള വ്യൂ ഞാൻ ഇന്നലെ പറഞ്ഞതാണ്, ബ്യൂട്ടിഫുള്ളാണ്. സൺസെറ്റൊക്കെ നോക്കുമ്പോൾ എന്തോ മനസ്സ് ഭയങ്കര റിലാക്സ്ഡ് ആണ്. മൗണ്ട് അരാറത്തും കാണാം, സൺസെറ്റും കാണാം. സുപ്രഭാതം ബിഗ് ബോസ്, സുപ്രഭാതം. അങ്ങനെ തിരിഞ്ഞും മറിഞ്ഞും ചെരിഞ്ഞും ഒരു വിധം രാവിലെയാക്കി. ഉറക്കമൊന്നും അങ്ങോട്ട് ശരിയാവുന്നില്ല. നമ്മൾ സ്ഥിരം ബെഡിൽ നിന്ന് മാറിക്കിടക്കുമ്പോൾ എനിക്കുണ്ടാവുന്ന ഒരു 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 ബുദ്ധിമുട്ടാണിത്. അലാറം അടിക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ എണീച്ച്, സമയം ഇപ്പോൾ 6:30, 7:30ക്കാണ് ഹോട്ടൽ ബ്രേക്ക്ഫാസ്റ്റ് തുടങ്ങുന്നത്. അതിന് മുമ്പായിട്ട് ഫ്രഷായി ഇന്നത്തേക്കുള്ള ഔട്ട്ഫിറ്റ് സാധനങ്ങളൊക്കെ സെറ്റാക്കണം. 10 മണിയാവുമ്പോൾ എന്നെ പിക്കപ്പ് ചെയ്യാൻ വരുമെന്നാണ് ഇന്നലെ മിസ്റ്റർ വാഹി പറഞ്ഞത്. ഡിസിപ്ലിൻ്റെ കാര്യത്തിൽ എനിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ല. സോ ഫുഡൊക്കെ കഴിച്ച് തിരിച്ച് വന്നിട്ട് റീൽസിന് വേണ്ടിയുള്ള കോപ്രായങ്ങളാണ് ഇതൊക്കെ. എന്താവണം, അങ്ങനെ അടിച്ചടിച്ച് റീൽസിന് വേണ്ടിയിട്ട്
കുറച്ച് ക്യൂട്ട്നെസ് വാരി വെതറി അറിയുകയാണ്. കണ്ടില്ലേ ആ നോട്ടം, ആ സ്ലോ മോഷൻ, ആ ചിരി, വാവ്, എന്തൊക്കെ കഷ്ടപ്പാടാണല്ലേ. എന്നെന്തെങ്കിലും ഹിറ്റാവുന്നുണ്ടോ? അതും ഇല്ല. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ വാഹി പുറത്ത് വെയിറ്റ് ചെയ്യുന്നുണ്ടായി. ഇപ്പം കൃത്യം 10 o'clock ആകുമ്പോഴേക്ക് തന്നെ നമ്മൾ കയറി പോവാണ്. സോ ടുഡേ ഐ ആം സോ എക്സൈറ്റഡ് ബിക്കോസ് മേജർ പ്ലേസസ് ഒക്കെ വിസിറ്റ് ചെയ്യുന്ന ഒരു ദിവസം കൂടിയാണ് ഇന്ന്. Where we going? Today, going like Sevan, Sevanavang, Dilijan, 5 minutes stopping, going Khagatsin, Manastir, and Goshavan Khagatsin, Manastir. Okay. How many hour drive from here? 2 hours away. No, 7, 1 hour. Sevan to Dilijan, 1 hour. Countryside? Countryside, no city. No. അപ്പോൾ സിറ്റിയിൽ നിന്ന് നമ്മളിപ്പം കൺട്രി സൈഡിലേക്ക് പോവാണ്. എല്ലായിടത്തും ഉള്ളതുപോലെ തന്നെ മോർണിംഗ് ആയതുകൊണ്ട് ആ ഒരു ചെറിയൊരു ട്രാഫിക് ഇഷ്യൂസ്, ആ ഒരു മോർണിംഗ് ബസ് അതൊക്കെ ഉണ്ട്. നമ്മളങ്ങനെ ഇതാ വീണ്ടും യാത്ര തുടരുകയാണ്. ഇയാൾ പറയുന്നത് എനിക്കും മനസ്സിലാവുന്നില്ല, ഞാൻ പറയുന്നത് അയാൾക്കും മനസ്സിലാവുന്നില്ല. എവിടെ അടുത്തേക്കാണ് പോകുന്നതെന്ന് ചോദിക്കുമ്പോഴാണെങ്കിൽ ഇവരുടെ ഭാഷയിൽ എന്തോ ഒരു സ്ഥലവും പറഞ്ഞു. പക്ഷെ ആൾ ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. എന്തൊക്കെയോ എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരാൻ വേണ്ടിയിട്ട് പറയുന്നുണ്ട്. പക്ഷെ എനിക്കാണെങ്കിൽ ഒരു വസ്തു മനസ്സിലാവുന്നുമില്ല. അവിടെ എന്തോ എഴുതിയിട്ടുണ്ട്. വാട്ട് ഈസ് ദാറ്റ്? Noratus. It's a restaurant, right in Stone, right restaurant name. അത്രേ ഉള്ളൂ. സ്റ്റോണിൽ റെസ്റ്റോറൻറ്റിൻ്റെ പേരെഴുതി അത്ര. നമ്മളിപ്പോൾ ഒരു 1 hour റൈഡുള്ള ഒരു സ്ഥലത്തേക്കാണ് പോകുന്നത്. ഫസ്റ്റ് സ്റ്റോപ്പ് വേർ? ഫസ്റ്റ് സ്റ്റോപ്പ് fast food. No. First stop Lake Sevan. First, yes, stopping on Lake Sevan. Okay. ലേക്ക് സവാനിലേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത്. അവിടെ ഒരു മൊണാസ്ട്രി ഉണ്ട്. തോന്നുന്നു അർമേനിയയിൽ വന്നു കഴിഞ്ഞാൽ മോസ്റ്റ് ഓഫ് ദ ആൾക്കാർ പോകുന്ന ഒരു സ്ഥലം തന്നെയാണ് ഈ ലേക്ക് സവാൻ എന്ന് പറയുന്നത്. From Romania or അപ്പോൾ ലേക്ക് സവാനിലേക്കാണ് പോകുന്നത്. ഇവിടുന്ന് ഒരു 1 hour ഡ്രൈവ് ഉണ്ട് അവിടത്തേക്ക് പോകാൻ വേണ്ടിയിട്ട്. 11:30 ഞാൻ ഇവിടുന്ന് ഇറങ്ങി. ഇപ്പോൾ ഒരു 12 o'clock ആയിട്ടുണ്ട്. ഇനിയും ഒരു അരമണിക്കൂർ. പോകുന്ന വഴി ഔട്ട് ഓഫ് സിറ്റിയാണ്, കൺട്രി ഏരിയ ആണ്. അതുകൊണ്ട് തന്നെ ഫുൾ കാടും മലയും കുന്നും അതൊക്കെ മാത്രമേ ഉള്ളൂ. പോകുന്ന വഴി സൂപ്പർ ആയതുകൊണ്ട് തന്നെ മടുപ്പില്ല, സമയം പോകുന്നതും അറിയുന്നില്ല. സോ ഫ്രം യേരവാൻ ടു ലേക്ക് സവാനിൽ നമ്മൾ പോകുമ്പോൾ കൊട്ടേക്ക് റീജിയൻ പാസ് ചെയ്യണം, where Abovian town is situated, and then we enter to Gegarkunik region. അവിടെയാണ് ലേക്ക് സവാൻ ഉള്ളത്. In left you can see city Sevan. Okay. After 2 minutes in right Lake Sevan. 1 minute, 20 seconds you see. After this no see. Going in city Sevan line. Okay. Sevan it's a translated with black stone. Black stone. Yes. Same. It's a black and it's a stone. Oh, okay. Their monastery also there. Yeah. Sevanavak monastery. Oh, okay. നമ്മൾ കൊട്ടയ്ക്ക് കഴിഞ്ഞു. ഇപ്പം നമ്മൾ
വേറെ ഒരു റീജിയൻ കഴിഞ്ഞു, അതും കൂടെ കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ സെവാനിലെത്തി. ഇത് സെവാൻ്റെ സിറ്റിയാണ്. ഓക്കെ, ഈ റൈറ്റ് സൈഡിൽ നമ്മൾ കാണുന്നത് ലേക്ക് സെവാൻ എന്ന് പറയുന്നതാണ്. ആ ദൂരത്തേക്ക് നോക്കിയ മൗണ്ടൻസ് ഒക്കെ നോക്കിയ ഇതാണ് സെവാൻ ലേക്ക്. ഇവിടെയാണ് നമ്മൾ പോകാൻ പോകുന്നത്. നല്ല ബ്ലൂയിഷ് ആയിട്ടുള്ള ഏരിയ, നല്ല അടിപൊളി ക്ലൈമറ്റിലാണ് ഇപ്പം നമ്മൾ വന്നിട്ടുള്ളത്. ചൂടുമില്ല, ഇളം തണുപ്പ്. പക്ഷെ നമുക്ക് ആ തണുപ്പ് സഹിക്കാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു അടിപൊളി സാധനം. ഞാൻ ആഗ്രഹിച്ച ഒരു വെക്കേഷൻ തന്നെയാണ് കേട്ടോ ഇത്. നല്ല മൗണ്ടൻ ഏരിയ, നല്ല റിലാക്സ്ഡ് മോഡ്, അടിപൊളി ക്ലൈമറ്റ്. ഇതൊക്കെയാണ് ഞാൻ ആഗ്രഹിച്ചത്. അത് കിട്ടി, അൽഹംദുലില്ലാഹ്. ഫുൾ മൗണ്ടൻ ഏരിയ ആണ്, ഭയങ്കര പീസ്ഫുള്ളാണ്. ഞാൻ കുറേ നാളായിട്ട് കാണാൻ ആഗ്രഹിച്ചതും കൂടിയായിട്ടുള്ള കുറേ കാര്യങ്ങളാണ് ഇവിടെ കണ്ടത്. ഇപ്പം ലേക്ക് സെവാനിലേക്ക് പോകുന്ന ആ ഒരു ഓൺ റൂട്ടിലേക്കൂടെ കണ്ട എല്ലാ കാഴ്ചകളും ഒരിക്കലും മറക്കാൻ പറ്റില്ല. ഞാനത് എടുക്കണോ അതോ ഞാനത് കാണണോ, ആ ഒരു കൺഫ്യൂഷനിലായിരുന്നു ഉണ്ടായത്. ബട്ട് സ്റ്റിൽ ഞാൻ മാക്സിമം എടുത്തിട്ടുണ്ട്. പക്ഷെ ഞാൻ കൂടുതലും ഓഫ്ലൈനായിട്ട് എൻജോയ് ചെയ്യായിരുന്നു. ഒറ്റക്ക് പോകുന്ന യാത്രകൾക്ക് വേറെ തന്നെ ഒരു രസമുണ്ട്, വേറെ തന്നെ ഒരു ഒരു എക്സ്പീരിയൻസ് ആണ്. അത് അറ്റ്ലീസ്റ്റ് 1 ടൈം എങ്കിലും നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തേ പറ്റുള്ളൂ. ഇനി ജസ്റ്റ് ഒരു ഫ്യൂ മിനിറ്റ്സും കൂടെ ഉള്ളൂ നമ്മൾ സ്ഥലത്തെത്താൻ വേണ്ടിയിട്ട്. അങ്ങനെ we are entering to Lake Sevan and Sevanawang Monastery. സോ നമ്മൾ എത്തിയിട്ടുണ്ട്. ആക്ച്വലി മൊണാസ്ട്രിയും ലേക്ക് സെവാനും ഓപ്പോസിറ്റ് ആയിട്ടാണുള്ളത്. ഇങ്ങോട്ടേക്ക് പോകുമ്പം ലേക്ക് സെവാൻ്റെ എൻട്രി ഏരിയ ആണ്, ഇപ്പുറത്തേക്ക് നമ്മൾ മൊണാസ്ട്രീൻ്റെ ഏരിയ ആണ്. സോ മൊണാസ്ട്രിയിലേക്ക് പോകുന്ന വഴിയാണ് ഇത്. ഇവിടെയും കുറേ കുഞ്ഞു കുഞ്ഞു സോവറിയൻ മാർക്കറ്റ്സ് ഒക്കെ ഉണ്ട്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുറേ കുഞ്ഞു കുഞ്ഞു സാധനങ്ങളുണ്ട് കേട്ടോ. ഞാൻ വിചാരിച്ച് ചെറിയൊരു കയറ്റം കയറിയാൽ മതിയെന്ന്, പക്ഷെ അല്ല ഗൈസ്. ഇവിടെ ഒരു അറൗണ്ട് 200 സ്റ്റെപ്സ് നമ്മൾ മേലെ കയറണം. എന്നാലേ നമ്മൾ ഏറ്റവും പീക്ക് ഏരിയയിൽ, അതായത് ഈ മൊണാസ്ട്രി ലൊക്കേറ്റ് ചെയ്തിട്ടുള്ള സ്ഥലത്ത് നമ്മൾ എത്തുള്ളൂ. ബട്ട് അത് പോകുന്ന വഴിക്ക് ഇതുപോലത്തെ കുറേ നല്ല മനോഹര കാഴ്ചകളുണ്ട്. ലൈക്ക് ആൾക്കാർ ഇരുന്ന് വരക്കുന്നു, കുറേ സോവറിൻ കുഞ്ഞു കുഞ്ഞു മാർക്കറ്റ്, അതിനകത്തുള്ള ലോക്കൽസിനെ കാണാം. അപ്പോൾ അവിടെ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യാം. അങ്ങനെയൊക്കെ ആയിട്ട് പോകുന്ന വഴി കയറ്റം ഉണ്ടെങ്കിലും കൊതക്കുന്നുണ്ടെങ്കിലും അടിപൊളിയായിരുന്നു. Only moonstone, pigment, obsidian stone, granite, moonstone, lazurite. ഇവരിപ്പം പറഞ്ഞ ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് സ്റ്റോൺസ് തന്നെയാണ് ഇവിടുത്തെ മാർക്കറ്റിൻ്റെ മെയിൻ അട്രാക്ഷൻ. ആ സ്റ്റോൺസ് ഉപയോഗിച്ചിട്ട് ലേക്ക് സെവാൻ്റെ അണ്ടറിൽ കിട്ടുന്ന ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് സ്റ്റോൺസ് ഉപയോഗിച്ചിട്ട് ഇതുപോലത്തെ ഡിഫറെൻറ്റ് സോവറിൻസ് ഉണ്ടാക്കും. ഫോർ എക്സാമ്പിൾ ഈ കത്തി, പിന്നെ പെൻഡൻറ്റ്, അങ്ങനെ എന്തൊക്കെയോ അതിനെ കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള മെയിൻ സോവറിൻസ് ആണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. ഹോണസ്റ്റ്ലി ഇപ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് ഓപ്ര വിൻഫ്രേൻ്റെ ഒരു ഫേമസ് കോട്ടാണ്. ദ ബിഗ്ഗസ്റ്റ് അഡ്വെഞ്ചർ യു ക്യാൻ ടേക്ക് ഇസ് ടു ലിവ് ദ ലൈഫ് ഓഫ് യുവർ ഡ്രീംസ് എന്ന്. ലേക്ക് സെവാൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ ലാർജസ്റ്റ് ലേക്ക് ഇൻ അർമേനിയ. അബൌട്ട് 5% ഓഫ് അർമേനിയ ലേക്ക് സെവാൻ ആണ്. ആൻഡ് ഇറ്റ് ഈസ് ഓൾസോ വൺ ഓഫ് ദ ലാർജസ്റ്റ് ഹൈ ഓൾട്ടിറ്റ്യൂഡ് ഫ്രഷ് വാട്ടർ ലേക്സ് ഇൻ ദ വേൾഡ്. എനിക്കാണെങ്കിൽ ഫോട്ടോസ് ആൻഡ് വീഡിയോസ് എടുത്തിട്ട് മതിയാവുന്നില്ല. എനിക്കറിയില്ല ഹൗ
how much the camera can justify the view or justify the beauty of this lake, because fully ആ ഒരു ബ്ലൂയിഷ് എന്താ ബാക്ക്ഗ്രൗണ്ടായിട്ടും ക്ലൗഡ്സൊക്കെ പൊതിഞ്ഞിട്ടും പിന്നെ ഒരു കുഞ്ഞു വില്ലേജും മൗണ്ടൻസൊക്കെ ആയിട്ട് ഭയങ്കര അടിപൊളി സ്ഥലമാണ് കേട്ടോ. ഇതൊരു മസ്റ്റ് വിസിറ്റാണ്. എനിക്ക് ഓൾറെഡി ബുക്ക് ക്രേസ് ഉള്ളതുകൊണ്ട് ഇവിടുന്ന് ഞാനൊരു അടിപൊളി അർമേനിയൻ ആൽഫബറ്റ്സ് ഉള്ളൊരു ബുക്ക് ഇവിടുന്ന് വാങ്ങി. വെർണിസാജ് മാർക്കറ്റിൽ ഹൈ പ്രൈസ് ആയിരിക്കും എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇവിടുന്ന് ഒരു കുഞ്ഞു ബുക്ക് വാങ്ങിച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ കയറി അറ്റ് ദ പീക്ക്, ദാറ്റ് ഈസ് സെവനവാങ് മൊണാസ്ട്രി ഉള്ള സ്ഥലത്തേക്ക് എത്തി. ദ സെവനവാങ് മൊണാസ്ട്രി എന്ന് പറയുന്നത് മൊണാസ്ട്രി ഓഫ് സെവാൻ, ലൈക്ക് ഇംഗ്ലീഷിൽ പറയുമ്പോൾ സെവനവാങ് മൊണാസ്ട്രി, ബട്ട് അത് ഷോർട്ടായിട്ട് അർമേനിയൻസ് പറയുന്നത് സെവനവാങ് എന്നാണ്. ബിക്കോസ് സെവാൻ എന്ന് പറഞ്ഞ ഈ സ്ഥലത്തിൻ്റെ പേരും വാങ് എന്ന് പറയുന്നത് മൊണാസ്ട്രി എന്നാണ്. സോ ദാറ്റ് ഈസ് മൊണാസ്ട്രി ഓഫ് സെവാൻ. ഈ ഒരു മൊണാസ്ട്രി ഫസ്റ്റ് ലേക്ക് സെവാനിൽ ഒരു ഐലൻഡിലായിട്ടാണ് ഉണ്ടായതെന്നാണ് പറയപ്പെടുന്നത്. ആൻഡ് ഇവിടുന്ന് നമുക്ക് ലേക്ക് സെവാൻ്റെ ഒരു പെനോരമിക് വ്യൂ, ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പെനോരമിക് വ്യൂ ഇവിടുന്ന് കിട്ടും. ആൻഡ് ഓൾസോ ഇത് 600 years എഗോ ബിൽട്ട് ചെയ്തിട്ടുള്ള ഒരു മൊണാസ്ട്രിയാണ്. സോ അത്രക്കും പഴക്കമുണ്ട് ഇതിന്. ഓൾസോ നമുക്ക് വേണമെങ്കിൽ ഇവിടുന്ന് ഹോഴ്സ് റൈഡൊക്കെ ചെയ്യാം. നമ്മുടെ ഗൈഡ് പെട്ടെന്ന് വിളിച്ചു, എനിക്ക് ഒരു കാര്യം കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് വിളിച്ചിട്ട് ഞാൻ പോവാണ് കേട്ടോ. എന്നിട്ട് അവർ കാണിച്ചെന്ന സാധനമാണിത്. പല്ലി എന്ന് പറഞ്ഞിട്ട് കാണിച്ചെന്നതാണ്. എനിക്ക് തോന്നുന്നു ഇവർക്കിതൊരു പുതുമയായിട്ടാണെന്നാണ് തോന്നുന്നത്. അങ്ങനെ നമ്മൾ പോവാണ്. സോ മൊണാസ്ട്രി ഏരിയ ഒക്കെ കണ്ടു. ആൻഡ് നമ്മൾ താഴത്തേക്ക് മെല്ലനെ നടക്കുകയാണ്. എഗെയിൻ എനിക്ക് ഫോട്ടോയും വീഡിയോസൊന്നും എടുത്തിട്ട് എനിക്ക് മതിയാവുന്നില്ല. നോക്കുക, ആ ക്ലൗഡ്സൊക്കെ എന്ത് ബ്യൂട്ടിഫുള്ളാണ്. നമ്മൾ വന്ന ടൈം അടിപൊളിയാണ് കേട്ടോ. ലൈക്ക് ചൂട് എന്ന് പറയാനേ ഇല്ല. നല്ല അടിപൊളി തണുപ്പ്, ഇളം കാറ്റ്, നല്ല ബ്യൂട്ടിഫുള്ളായിട്ട് കാണാനും പറ്റുന്നുണ്ട്. വിൻ്ററിൽ വന്നു കഴിഞ്ഞാലും സമ്മറിൽ വന്നു കഴിഞ്ഞാലും എനിക്ക് തോന്നുന്നു ഈ ഒരു ബ്യൂട്ടി കിട്ടില്ല. അതിൻ്റെ രണ്ടിൻ്റെ ഇടയിലായതുകൊണ്ട് ഐ വാസ് ലക്കി. നോക്ക്, ആക്ച്വലി ഈ ഒരു ഏരിയയിൽ 3 churches ഉണ്ടായിരുന്നു, പക്ഷേ 2 എണ്ണത്തിന് മാത്രമേ സർവൈവ് ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ. ഈ ചർച്ചസൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത് ഡാർക്ക് വോൾക്കാനിക് തൂഫ സ്റ്റോൺ എന്ന് പറഞ്ഞിട്ടുള്ളതാണ്. സോ ആ ഒരു സ്റ്റോൺ അർമേനിയയിലെ പ്രത്യേകതരം ഒരു സ്റ്റോണാണ്, വിച്ച് ഈസ് ഓൾസോ യൂസ് ടു ബിൽഡ് റിപ്പബ്ലിക് സ്ക്വയർ. സോ ആ ഒരു തൂഫ സ്റ്റോൺ വെച്ചിട്ട് ബ്ലാക്ക് കളർ സ്റ്റോൺ വെച്ചിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ചർച്ചസാണിത്. ആൻഡ് ദേ ആർ ക്വൈറ്റ് ആൻഡ് ദേ ആർ സെറീൻ. ഓൾസോ അതിനകത്ത് നാച്ചുറൽ ലൈറ്റ് മാത്രമേ ഉള്ളൂ, പിന്നെ ക്യാൻഡിൽസും വെക്കും. അതർവൈസ് ഈ ഒരു സ്ഥലം ഭയങ്കര ഇരുട്ടായിട്ടുള്ള സ്ഥലമാണ്. ഇവിടെ ഇപ്പോഴും ഒരു പിലിഗ്രിമേജ് സൈറ്റായിട്ടും പിന്നെ കുറേ ബാപ്റ്റിസം വെഡ്ഡിങ്സൊക്കെ നടക്കാറുണ്ട്. യൂഷ്വലി ഇവിടെ ആൾക്കാർ എത്തൽ ഒരു സൺറൈസ് ഓർ സൺസെറ്റിൻ്റെ സമയത്താണ്, സോ ദാറ്റ് ദേ ഗെറ്റ് ബ്യൂട്ടിഫുൾ ഫോട്ടോസ്. ബട്ട് നമുക്ക് തീരെ ടൈമില്ല, നമുക്ക് ഇനിയും ഒരു 3-4 ഏരിയാസ് കവർ ചെയ്യാനുണ്ട്. സോ നമ്മൾ പോവാണ്. സോ നമ്മൾ മൊണാസ്ട്രി ഏരിയ കണ്ടു. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഓപ്പോസിറ്റ് ഏരിയയിലാണ് ലേക്ക് സെവാൻ്റെ എൻട്രി. സോ ദിസ് ഈസ് ദാറ്റ് എൻട്രി സ്പേസ്. ഇവിടെയും ഫോട്ടോജനിക്കായിട്ട് നമുക്ക് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാം. പിന്നെ ലേക്കിലേക്കൂടെ ബോട്ട് റൈഡ് ഉണ്ടാകും. ഞാനതിനൊന്നും പോയിട്ടില്ല, ബിക്കോസ് സമയം നമുക്ക് തീരെ ഉണ്ടായിട്ടില്ല. ബട്ട് ഐ ടുക്ക് സം ഫോട്ടോസ് ഫ്രം ഹിയർ. ഫുൾ ബ്ലൂയിഷ് ഫ്രഷ് വാട്ടർ ആയതുകൊണ്ട് ഇറ്റ് വാസ് സോ ഗുഡ്. ഇവിടെ അടുത്ത് തന്നെ ഒരു ഫേമസ് ആയിട്ടുള്ള സീ ഫുഡ് റെസ്റ്റോറൻ്റ് ഉണ്ട്, പിന്നെ കഫേസൊക്കെ ഉണ്ട്. ഈ ഒരു വ്യൂ എൻജോയ് ചെയ്തിട്ട് നമുക്ക് ഫുഡ് കഴിക്കാം. ബട്ട് ഐ ആം നോട്ട് എ ഫാൻ ഓഫ് സീ ഫുഡ്, സോ അവിടെ നിന്നൊന്നും കഴിച്ചിട്ടില്ല. പിന്നെ അടുത്ത് തന്നെ കുറച്ച് സോവറിൻ ഷോപ്സ് ഉണ്ടായിരുന്നു. അവിടുന്ന് 2-3 സോവറിൻസൊക്കെ വാങ്ങിച്ചിട്ട് തിരിച്ച് കാറിലേക്ക് പോയി. വിശപ്പുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിശപ്പുണ്ട്, നല്ല സമയം ആയിട്ടുണ്ട് അപ്പോഴേക്കും. ബട്ട് ഫുള്ളാണോ എന്ന് ചോദിച്ചാൽ ഫുള്ളും ആണ്. ഈ കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഐ എം സോ സാറ്റിസ്ഫൈഡ് ആൻഡ് ഹാപ്പി. ബട്ട് പോകുന്ന വഴിക്ക് ഇനിയും കുറേ
ട്രാവൽ ചെയ്യാനുള്ളതുകൊണ്ട് പോകുന്ന വഴിക്ക് ഒരു ഫുഡ് കോർട്ട് പോലത്തെ ഒരു സൂപ്പർ മാർക്കറ്റിൽ കയറി. എനിക്കിഷ്ടപ്പെട്ടതൊന്നും കിട്ടിയിട്ടില്ല, എനിക്ക് പറ്റുന്നതൊന്നും കിട്ടിയിട്ടില്ല. സോ ഒരു ക്രോയ്സൻറ്റും ഒരു ഹണി കേക്കും കഴിച്ചിട്ട് തൽക്കാലത്തേക്കൊന്ന് സെറ്റാക്കി. ആൻഡ് ദെൻ വി ആർ ബാക്ക് ഓൺ ദ റോഡ് അഗെയിൻ. നെക്സ്റ്റ് ഡെസ്റ്റിനേഷനിലേക്ക് പോവാണ്. സോ സ്റ്റേ ട്യൂൺഡ്.